ഇപ്പോൾ അമ്മയിലാണെങ്കിൽ ഇലക്ഷൻ നടത്തുമ്പോൾ സ്ത്രീകൾ മത്സരിക്കുന്നതിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കുറവ് വോട്ടായിരിക്കും കിട്ടുക പുരുഷന്മാരെ അപേക്ഷിച്ച്. ഇവൻ കഴിഞ്ഞ ഇലക്ഷനിലും എനിക്ക് ഫീൽ, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, ഇതിനകത്ത് വേറെ ആരെയും പിടിച്ചിടണ്ട. അപ്പം പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുന്നത്, സ്ത്രീകൾക്ക് കുറവ് വോട്ട്, ഏറ്റവും കുറവ് വോട്ട് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. അത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നോട് കൂടിയിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനും അതിൽ നന്നായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് എടുത്ത് സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു, തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവരും ഒന്നാണ്, സ്ത്രീകളൊക്കെ ഒന്നാണ് എന്നുള്ളൊരു ഫീല് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. ആദ്യം ഉപയോഗിച്ചിരുന്നല്ലോ അമ്മയുടെ ലോഗോ. ആര് പറഞ്ഞു ഇതൊക്കെ? നിങ്ങൾക്ക് ഇതാണോ ജോലി, ഈ അമ്മയുടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ? അമ്മയുടെ ലോഗോ തുടങ്ങിയ സമയത്ത് ഏത് അതിന്റെ ഡി പി ആയിട്ടോ? ഞാൻ എന്നെ ആഡ് ചെയ്തത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്നെ ആഡ് ചെയ്തപ്പോൾ തൊട്ട് അതിൻ്റെ ലോഗോ കുറച്ച് സ്ത്രീകളുടെ ഒരു ഫേസാണ്, ചുമ്മാ ഒരു പെയിന്റിംഗ് പോലത്തെ കുറച്ച് സ്ത്രീകൾ. അമ്മയുടെ പെൺമക്കൾ എന്നാണ് ഗ്രൂപ്പ്. അമ്മയുടെ പെൺമക്കൾ എന്നാണ്. ഇനി ഞാനിത് ഇവിടെ ഇരുന്ന് പറഞ്ഞതിന് ഇനി അമ്മയുടെ പെൺമക്കളെല്ലാം കൂടെ എന്നെ പുറത്താക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, എനിക്കിത് പറയാൻ പറ്റുമെന്നും അറിയില്ലായിരുന്നു. ഇതിനിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. അലി അറിഞ്ഞു, ചോദിച്ചു. അലി അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാനിത് റിവീൽ ചെയ്തത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല പുറത്തു വിട്ടാൽ. നമ്മളിപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം അത് പറയുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ അത് തുടങ്ങിയവർ പിന്നെ എന്തിനാണ് തുടങ്ങിയത്? ചോദ്യം കറക്റ്റാണ്. അത് രഹസ്യമല്ലല്ലോ. ഇപ്പോൾ ഈ 150 പേര് ആഡായിട്ടുണ്ട്, 150 പേരുടെ വഴിയിൽ നിന്ന് അവരത് രഹസ്യമായിട്ട് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടോ? ഞാനോ? ഒരിക്കലും ഇല്ല. ഞാൻ മത്സരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? അല്ല, കഴിഞ്ഞ തവണയൊക്കെ അത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. പേര് വരെ വന്നതാണ്. പേര് വന്നിട്ട് ലാസ്റ്റ് അവിടെ വോട്ടിങ്ങിന്റെ പാറ്റേണിൽ വന്നപ്പം ഷീലു എബ്രാഹിമിനെ പുറത്ത് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവിടെ ഒച്ചപ്പാട് വരെ ഉണ്ടായി. എന്തുകൊണ്ട് നോമിനേറ്റ് ആയില്ല? അത് അവിടെ അമ്മയ്ക്കുള്ളിൽ ചോദിക്കണം. അത് തന്നെ ആ ശബ്ദം ഉയർന്നു. എന്തുകൊണ്ട് രവീന്ദ്ര നീ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് തന്നെ എന്റെ പേര് അവിടെ ഉന്നയിച്ച അവിടെ ഒരു ശബ്ദം കുറച്ച് പേര് പറഞ്ഞല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? എവിടെ പോയി ഞാൻ? ഈ ശബ്ദത്തിലൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ് അവിടെ വന്നത് അല്ലേ? അപ്പൊ എവിടെ ക്വസ്റ്റ്യൻ മാർക്ക്? എവിടെ രവീന്ദ്ര എവിടെ? ആ ക്വസ്റ്റ്യൻ മാർക്ക് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ശബ്ദമുയരാൻ വേണ്ടി സ്ത്രീകൾ ഒരു കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് അതിലൊന്നും മത്സരിക്കാനും താല്പര്യമില്ല, അതിലൊന്നും ഭാഗമാകാനും താല്പര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടങ്ങ് ആസ്വദിക്കുക, അതൊക്കെ മതി. കിട്ടൂല മോനെ, നീ ഉദ്ദേശിച്ചല്ല. എനിക്ക് കിട്ടി, എനിക്കെല്ലാം കിട്ടിയില്ല. ഞാൻ പറയട്ടില്ലെന്ന്. അല്ലല്ല, ഞാൻ പറഞ്ഞു ഇതാണ് ശരി. ഒരു ചോദ്യം ചോദിച്ചു, ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, തുറന്നു പറഞ്ഞു. അപ്പൊ സമ്മതിച്ചല്ലോ. ഏത്? അല്ലല്ല, ആ കൂട്ടായ്മ മിസ്റ്റർ ഹൈദരലി, താങ്കൾ സമ്മതിച്ചല്ലോ. ഏത്? കഴിഞ്ഞ 10 നിമിഷമായി താങ്കൾ എന്താണോ ഉദ്ദേശിച്ചത് കിട്ടി, ഉറപ്പായിട്ടും. ഒരൊറ്റ ഡൗട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. പറയുന്നു, നേരത്തെ ആദ്യം പറഞ്ഞ 2 പോയിന്റ് നിങ്ങൾ ചോദിച്ചു. നമ്മുടെ സിനിമയിലേക്ക് എനിക്ക് മനസ്സിലായില്ല. ഇത്ര കുറച്ച് കിട്ടിയ സന്തോഷമാവുന്ന ആളാ ഞാനാ? എനിക്ക് അതല്ല, എനിക്ക് ഉദ്ദേശ സാധനം കിട്ടിയെന്നാണ്. അത് എന്നതാണ് സാധനം? ഇത്ര വലിയ സാധനം ഞാൻ പറഞ്ഞത് അത് എന്നോടൂടൊന്ന് പറയാം. ഈ കൂട്ടായ്മ 2 കാര്യം, എനിക്ക് 2 പോയിന്റാണ് എനിക്ക്. ഒന്ന്, അമ്മയ്ക്ക് വേഗനിസ്റ്റ് ആണോ എന്നുള്ളത്. അത് കിട്ടി. ഉറപ്പായിട്ട് കിട്ടി. എന്തുകൊണ്ട് കഴിഞ്ഞ തവണ അവിടെ എല്ലാവരും പക്ഷത്തിൽ ഒരു പേര് പറഞ്ഞിട്ട് ആ പേരിലേക്ക് എത്തിച്ചില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആരെത്തിച്ചില്ല? ആരാണ് പേര് പറഞ്ഞത്? പേര് പറഞ്ഞത് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ, അത് ആരൊക്കെയാന്നുള്ളത് അലിക്ക് അറിയാലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന അലിയാണ്. അപ്പം ആരെത്തിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ അതിനൊരു മറുപടി പറയാം. അമ്മയ്ക്കുള്ളിലെ സംഭവമാണ്. അതിന്റെ മറുപടി ഞാൻ പറയാൻ അറിയാനല്ല. അമ്മയ്ക്കുള്ളിലെ സംഭവം ചോദ്യം ഉയർത്തേണ്ട ആള് താങ്കളാണ്. എനിക്ക് ആവശ്യമില്ല. ആ മെമ്പർ ഉയർത്തിയിട്ടില്ല ഇതുവരെ. ഞാൻ ഉയർത്തണം എന്ന് അടി ആഗ്രഹിക്കുന്നു. ഉയർത്തിയിട്ടുണ്ടോ? ഇല്ല. ചോദ്യം ചോദിക്കേണ്ടവര് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി വരുള്ളൂ. ആരോട് ചോദിക്കും? ആ ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ. എനിക്കറിയില്ല. രവീന്ദ്ര നീ എവിടെ? സിനിമ എവിടെ പോയി? ഇപ്പൊ ഫുള്ള് അമ്മയായി മൊത്തം. രവീന്ദ്രൻ എവിടെയോ പോലെ ഞാൻ എടുത്തിട്ടത് അമ്മ.
ഞാൻ എടുത്തിട്ടു അമ്മയെന്നും പറഞ്ഞു. അല്ല ശരിക്കും അലി ഇതെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഏത് അലി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? അതാണ് ഞാനൊരു മാധ്യമപ്രവർത്തനായി ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ. മൊസാദ് ഇസ്രായേലിന്റെ മൊസാദിലുള്ള ഞങ്ങളുടെയൊക്കെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആരുടെ ഫോൺ ആക്കി ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം അവിടെ വാട്സാപ്പ് ഡി പി വരെ നിങ്ങൾ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ? വാട്സാപ്പ് ഡി പി എന്താണെന്ന് നോക്കണം, ഒന്നതിൽ ഉടഞ്ഞു നോക്കിയാലേ അറിയാൻ പറ്റും. പുലിമുരുകല്ലേ ശശി? അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എന്റെ ജോലി വാർത്തകൾ കണ്ടെത്തുക എന്നുള്ളത്. അതിന് ആർക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടായാലും എനിക്ക് വിഷയമല്ല. അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ അമ്മയിലെ അംഗങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ഈ അലി ഇരുന്നിട്ട് ഈ 1-2 ടോക്സ് എന്ന് പറയുന്നതിനകത്ത് ഇരുന്ന് അമ്മയിൽ ഇന്ന് സംഭവിച്ചത് ഇത് എങ്ങനെ അറിയുന്നത്? ഈ കുളിഞ്ഞു നോക്കുന്ന അത് വാർത്തകൾ കിട്ടണം. അതല്ലേ ഒരു മാധ്യമപ്രവർത്തന്റെ കഴിവ്. ആര് തരുന്നു വാർത്തകൾ സോഴ്സ് ആരും പറയാറില്ലല്ലോ. അല്ല, അടച്ചിട്ട മുറിയിൽ എക്സിക്യൂട്ടീവ്സ് മാത്രമാണല്ലോ. അപ്പൊ ഈ എക്സിക്യൂട്ടീവ്സ് തന്നെയാണോ വന്ന് അലിയോട് പറയുന്നത്? അല്ല, അത് കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേറെ ആരോടും പറയുന്നില്ലേ? അത് അലിയോടാണോ വേറെ പുറത്തുള്ള പറയുന്നത്? മെമ്പേഴ്സ് പറയുന്നില്ലേ? എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അലി വീഡിയോ ഇടുമല്ലോ. അല്ല, പുറത്തുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് പറയുന്നില്ല ഇവര്? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ആരും പറയാറില്ല. ഏത് എത്ര പേർ ഓൺലൈനിൽ മീറ്റിംഗിൽ വരും? എല്ലാവരും കൂടെ കൂടണമെന്നുണ്ടോ? ഓൺലൈനിൽ മീറ്റിംഗിൽ വരും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതിൽ ചർച്ച നടക്കുന്നത്. അലി എങ്ങനെ അറിയുന്നു എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ചർച്ച നടന്നത് ഞാൻ അറിഞ്ഞു. അവർക്കും കൂടെയുള്ള മറുപടി അലിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോ നിങ്ങളെ മാസാക്കാണ്. അല്ല, അപ്പൊ ശരിക്കും രവീന്ദ്രൻ നീ എവിടെ ചോദിക്കാൻ ഒരിക്കലല്ല. ചേച്ചി അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഞാനേ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഇതെല്ലാം കേൾക്കാൻ ഇല്ല എന്ന് കുറെ പേര് ഈ കൂട്ടായ്മയിൽ പറയാ സ്ക്രീൻഷോട്ട് ചെയ്താൽ പുറത്തു വിടും. അല്ല, ഇത് നിങ്ങൾ എന്നെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ല, ഇതെങ്ങനെ വാർത്ത എനിക്ക് കിട്ടുന്നുള്ള ചർച്ച നടന്നിട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ പുറത്തു വിടും. അപ്പോൾ അവിടെ നിന്ന് വാർത്ത കിട്ടുന്നത്. അതും കൂടെ ഇടണം. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള ഏതോ ഒരു കുട്ടിയുമായിട്ട് എന്തോ ഒരു അഭിഹിതം. അതെ, അങ്ങനെയൊന്നും പറയല്ലേ? സുഹൃത്തുണ്ടാവുന്ന ഞാൻ അങ്ങനെ പറയല്ലേ? ആണില്ലല്ലോ അവിടെ, സ്ത്രീകളുടെ കുട്ടികളാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഒരു ചാരനുണ്ട്. എന്നെ കൂട്ടായ്മ പിരിച്ചുവിടാൻ പറയാം. നിങ്ങളൊരു ചാരൻ ആ ഗ്രൂപ്പിലുണ്ട്, കറക്റ്റ് അല്ലേ? അല്ല, അങ്ങനെ ഒത്തിരി പേര് കാണുന്നു. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ 2-3 ദിവസമുള്ള അതിൽ അങ്ങനെ നമ്മൾ പുറത്തറിയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. അലിയെ പറ്റി ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല. അവിടെ എല്ലാം വളരെ നല്ല രീതിയിൽ സ്ക്രീൻഷോട്ടിന്റെ അല്ല അലി, എനിക്ക് ഒറ്റ കാര്യമുള്ള സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിവിടെ കഴിഞ്ഞ 10 നിമിഷങ്ങൾക്കുള്ളിൽ അലി എന്ന ഹീറോയെ എങ്ങനെ അലി പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഹീറോ ഇനി മറ്റേ പേരണ്ടൂർ കനാലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി അതും കൂടെ മതി, അതുവരെ എത്തി. പോട്ടെ, അടിപൊളി, കലക്കി, എനിക്ക് ഇഷ്ടമായി. നീ എമർജൻസി ജോലി, അതാകുമ്പോ നല്ല എയറിൽ പോകും. ഗുഡ് ഷോട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ വന്നൊരു സംശയമാണ്. അമ്മയുടെ ജനറൽ ബോഡിയിൽ എൻട്രി ഉള്ള ഒരേ ഒരു ഓൺലൈൻ മീഡിയ അലിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അറിയാലോ. അപ്പൊ അതിൽ എൻട്രി കിട്ടിയോണ്ടല്ലോ ഞാൻ വീട്ടിലിരുന്നാലും വാർത്ത വിളിച്ചു തരും. അതെ, ഞാൻ ഇതിനു മുമ്പ് അമ്മയ്ക്ക് എൻട്രി ഇല്ലാത്ത റിപ്പോർട്ടർ വരുന്നപ്പോഴും ഏറ്റവും ആദ്യം വാർത്ത കൊടുത്തോടുന്നത് ഹൈദരലി തന്നെയായിരുന്നു. അതെ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല മറുപടി പറഞ്ഞു. അല്ല, അതിന്റെ മറുപടി കറക്റ്റ് പറഞ്ഞത്. അതിന്റെ മറുപടി ഞാൻ മറുപടിയായിട്ട് തോന്നിയോ? അതിന്റെ മറുപടി ആയിട്ട് തോന്നിയില്ല, കൃത്യമാണ്. ഞാൻ എനിക്കൊരു പിടി അതിന്റെ മറുപടി തന്നെയാണ് പറഞ്ഞത്. അമ്മയുടെ മീറ്റിംഗിലാണോ? നമ്മുടെ മീറ്റിംഗ്. അല്ല, ഞാനത് ചോദിച്ചതിനുള്ള മറുപടി തന്നെ പറയാം. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഒരു മാധ്യമം, ഞാനില്ലെങ്കിൽ വേറെ മാധ്യമപ്രവർത്തനം വാർത്ത കിട്ടും. അത് എല്ലാ മാധ്യമപ്രവർത്തനവും വാർത്ത കിട്ടുന്നുണ്ട്. ചേച്ചി ഓർക്കുന്ന ഒരാളിനുള്ള ബന്ധമുള്ളെന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്നോട് ബന്ധമുണ്ടെങ്കിൽ അനുഭവിച്ചുകൊണ്ട് വേറെ മാധ്യമപ്രവർത്തനം ബന്ധം ഉണ്ടാവും. ധ്യാനം വേറെ മാധ്യമപ്രവർത്തനം ബന്ധം ഉണ്ടാവും. അസീസിനുണ്ടാവും. എനിക്ക് ആരോടും ഇല്ല. നമ്മൾ ചോദിക്കും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ കയ്യിൽ നിന്നും കൂടെ ഇടും. ഇതാണല്ലോ മാധ്യമപ്രവർത്തനം. ഇതിന്റെ റീസൺ ഒന്ന് പറഞ്ഞാൽ എല്ലാ റീസൺ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു. കുറച്ച് കൈ നിട്ടാണ് ഇതെല്ലാം അറിയാവുന്ന അലി തന്നെ അങ്ങ് പറഞ്ഞു. ഇല്ല, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മത്സരത്തിനുണ്ടോന്നൊരു ചോദ്യം എനിക്ക് ചിലപ്പോ ഞാൻ ആരും അറിയാതെ കൊണ്ട് വാലറ്റ് പെട്ടിയിൽ കൊണ്ട് ഇതങ്ങ് ഇട്ടെന്നിരിക്കും, എല്ലാരും ഞെട്ടിച്ചുകൊണ്ട്. എന്റെ പേഴ്സണലായിട്ട്, അല്ലാണ്ട് ആരുടെയും പ്രേരണയാലായിരിക്കല്ല, എന്റെ സ്വന്തം ഇതിൽ ചിലപ്പോൾ കൊണ്ട് ഇട്ടെന്നിരിക്കും, ചിലപ്പോൾ ഇട്ടില്ലാന്നിരിക്കും. അപ്പോൾ അത് തുറക്കുമ്പോൾ കാണാം. അപ്പം അറിഞ്ഞാൽ പോരെ? അപ്പം അറിയാൻ പറ്റും. ആർക്കും എന്നെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. പത്രം കൊടുക്കാനുള്ള സമയമാവുന്നു. അപ്പൊ പിന്നെ 7 ദിവസം സൂക്ഷ്മ അന്ന് ഒന്നും കുഴപ്പമില്ല, അവിടെ തൊഴും. പിന്നീട് ഇട്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിൻവലിക്കൊന്നുമില്ല, മുന്നോട്ട് പോയിരിക്കും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിനും. രവീന്ദ്രൻ, നീ എവിടെ? എന്തിന്?
അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.